എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ എന്നത്തെയും പോലെ നമ്മൾ ഇന്നത്തെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തു കിട്ടാം. ഈ കർക്കിടക മാസത്തിൽ മൊത്തത്തിൽ മഴ തന്നെയാണ് കേട്ടോ. കർക്കിടക മാസത്തിൽ മഴ തന്നെ ആവുക, എങ്കിലും ഒരു തോർച്ചയില്ലാത്തൊരു മഴ കേട്ടോ. അപ്പോൾ രാവിലെ എണീക്ക് എന്നും നേരം വഴുകും. നാളെ നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ച് തലേനാൾ കിടന്ന ദിവസങ്ങളിലൊക്കെ ഒന്നില്ലെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ നല്ല മഴയും പിന്നെ കറണ്ടും ഉണ്ടാവില്ല. അപ്പോൾ മടി പിടിച്ച് അങ്ങനെ കിടക്കും, വീഡിയോ എടുക്കാനും പറ്റാറില്ല. അങ്ങനെ ഓരോ ദിവസങ്ങൾ കടന്നുപോയി. ഇന്ന് എന്തായാലും വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് എൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കണത് നൂൽപ്പിട്ടാണ്. നൂൽപ്പിട്ട് ഞാനിങ്ങനെ ഒറ്റയടിക്ക് ഉണ്ടാക്കണത് കാണിക്കുന്നുണ്ടെന്നുള്ളൂ. നമ്മൾ ഈ പാത്രത്തിൽ കഴിയണേന് ഒപ്പം നിറയ്ക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സംഭവം വന്നതിന് ശേഷം നൂൽപ്പിട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു മടിയില്ല കേട്ടോ. എപ്പോൾ വേണമെങ്കിലും നൂൽപ്പിട്ട് ഉണ്ടാക്കാം. മറ്റേത് നമുക്ക് തിരിപ്പിക്കണ കാരണം ഒരു മടിയാണ്. ഇതിൽ നമുക്ക് നൂൽപ്പിട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു മടിയില്ല കേട്ടോ. ഇന്നിപ്പോൾ ഒരു തോർച്ചയൊക്കെ ഉണ്ട്. ഇന്ന് പക്ഷേ നമ്മുടെ എന്താ പറയുക, കുട്ടികൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇത് തോർച്ചയും കാണാനായിട്ടുണ്ട്. കുട്ടികൾക്ക് അവധി പ്രഖ്യാപിക്കാത്ത ദിവസങ്ങളിൽ നല്ല മഴയുണ്ടാവും കേട്ടോ. അങ്ങനെ നൂൽപ്പിട്ടിലേക്ക് കഴിക്കാൻ ചട്നി ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ തേങ്ങാപ്പാലും പിഴിയുന്നുണ്ട് കേട്ടോ. ചട്നി നമ്മുടെ ശൈത്യകുട്ടിക്കാണ്, അവൾക്ക് തേങ്ങാപ്പാൽ ഇഷ്ടമില്ല. എനിക്കും നമ്മുടെ ചീയക്കുട്ടിക്കും തേങ്ങാപ്പാലിനോടാണ് താല്പര്യം. തേങ്ങാപ്പാലിൽ മുക്കി കഴിക്കാനാണ് കേട്ടോ. അതേപോലെ പത്തിരി ആയാലും നൂൽപ്പിട്ടും ഇഷ്ടം. പിന്നെ ഇന്ന് ചോറിലേക്ക് മുതിരപ്പേരിയാണ് കേട്ടോ. എന്നും മുതിരപ്പേരി ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം നമ്മുടെ പിള്ളേർക്ക് നാളേക്ക് എന്താ വേണ്ട മക്കളെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുതിര എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ അവർക്ക് ഇഷ്ടം മുതിരയാണ്. പിന്നെ എന്തെങ്കിലും കടുമാങ്ങ അച്ചാറോ അല്ലെങ്കിൽ തൈരോ കൂട്ടി കഴിക്കും. അതാവുമ്പോൾ നല്ല പോലെ ചോറിനിട്ട് നമ്മൾ ഈ ഒഴിച്ചുകറി ഒന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കും. പിന്നെ ദിവസം ഞാൻ എടുത്ത് കളയണം. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അധികം ഇവിടെ ഒഴിച്ചുകറികളൊന്നും വെക്കാത്തത്. പിന്നെ സൺഡേയിൽ എല്ലാവരും കൂടി വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെയാണ് വെക്കുക. പിന്നെ കുറേ കൂടുമ്പോൾ കഴിക്കണം തോന്നുമ്പോഴൊക്കെ വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. നിങ്ങളോടൊരു വിശേഷം പറയാനായിട്ട് മറന്നു കേട്ടോ. അമ്മ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടാ. ഇന്നലെ എന്നെ അമ്മേനെ വീട്ടിലേക്ക് കൊണ്ടാക്കി. അമ്മയ്ക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു 4 ദിവസം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5ാമത്തെ ദിവസം തൊട്ടിട്ട് അമ്മയുടെ മട്ടും പാവമൊക്കെ മാറി തുടങ്ങും. പിന്നെ അമ്മയ്ക്ക് അമ്മയുടെ മോനെ കാണണം, മോൻ്റെ കുട്ടികളെ കാണണം. അപ്പോൾ ഒരു മുഖമൊക്കെ കനപ്പിച്ച് പിടിച്ച് ഒരു വിഷമമുള്ള പോലെ വെറും ആലോചന മാത്രമായിട്ടുള്ളൊരു ഇരിപ്പാവും കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം അമ്മേനെ വീട്ടിലേക്ക് തിരിച്ച് കൊണ്ടാക്കാനുള്ള സമയമായി എന്നുള്ളത് കേട്ടോ. പിന്നെ ഓണമൊക്കെയല്ലേ വരുന്നത്. ഓണത്തിൻ്റെ അന്ന് അമ്മ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വരും കേട്ടോ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാലേ പോവുള്ളൂ. ഇനി ഇപ്രാവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ വന്നിട്ട് 2 ആഴ്ച നിന്ന കാരണം നിൽക്കുമോ എന്നുള്ളത് അറിയില്ല. അത് അമ്മയ്ക്ക് തന്നെ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ വിശേഷങ്ങൾ. എൻ്റെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. നമ്മൾ വെച്ച പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടു. എനിക്ക് ചായ കുടിച്ചിട്ട് വേണം ഷോപ്പിലേക്ക് പോകാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.